ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. ഗൂഗിൾ മീറ്റ് മൊബൈലിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന യൂസ്ഫുള്ളായ രണ്ട് കാര്യങ്ങളെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഗൂഗിൾ മീറ്റിലെ ഈ പുതിയ അപ്ഡേഷൻ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സാണ്. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാൻ പറ്റിയാൽ കൊള്ളാമായിരുന്നു എന്ന് പല ആളുകൾക്കും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് പറ്റും. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് മൊബൈലിൽ നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഏതായിരുന്നാലും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫണി എലമെൻ്റ് ആണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന LKG UKG ഒന്നിലൊക്കെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന, അവർക്ക് നല്ല രീതിയിൽ കുട്ടികളെ ഇടയ്ക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹിയർ വി ഗോ. ഈ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ മീറ്റിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയതിന് ശേഷം ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഹോസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ അതോ പാർട്ടിസിപ്പൻസിനും പറ്റുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും വരുന്നതാണ്. രണ്ട് കൂട്ടർക്കും പറ്റും. ഹോസ്റ്റിനും പറ്റും, നമ്മുടെ പാർട്ടിസിപ്പൻസിന്, നമ്മൾ ജോയിൻ ചെയ്യുന്ന ആളുകളാണേലും നമുക്കും പറ്റും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷേ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും. കാരണം ഈ ഫംഗ്ഷൻ നിലവിൽ ഇപ്പോൾ എല്ലാ ഫോണിലും സപ്പോർട്ടഡ് അല്ല. കുറച്ച് ഫോണുകളിലല്ല. ഞാനിവിടെ 3 ഫോണിൽ ട്രൈ ചെയ്തു. 3 ഫോണിൽ ട്രൈ ചെയ്തപ്പോൾ 2 എണ്ണത്തിൽ സപ്പോർട്ടഡ് ആണ്, ഒരെണ്ണത്തിൽ സപ്പോർട്ടഡ് അല്ല. അപ്പോൾ ചില ഫോണുകളിൽ ഇത് സപ്പോർട്ടഡ് അല്ല എന്നുകൂടി അറിയിക്കണം. എന്തായിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. മീറ്റിംഗ് ഓൾറെഡി സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ നമ്മളുടെ സ്ക്രീനിൽ ഇപ്പോൾ എന്നെ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഗൂഗിൾ മീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ, നമ്മൾ കാണുന്ന ആ സ്ക്രീനിൻ്റെ അകത്ത് വലത് സൈഡിൽ താഴെയായിട്ട് ഒരു സ്റ്റാറിൻ്റെയൊക്കെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. ഈ കിടക്കുന്ന പോലെ ഇങ്ങനൊരു സിമ്പിൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്, നിങ്ങളുടെ ഫോണിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് കാണുക. അപ്പോൾ ഈ സിമ്പിളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ മുന്നിലേക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നത് കാണാൻ പറ്റും. ഇഫക്ട്സ് എന്നും പറഞ്ഞ്, നോ ഇഫക്ട്സ്, അതിൻ്റെ താഴെ ബ്ലർ, ബാക്ക്ഗ്രൗണ്ട്സ്, സ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് അതിൻ്റെ താഴെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം കിടക്കുന്നത് നോ ഇഫക്റ്റ് ആണ്. എഫക്റ്റുകളൊന്നും ഇല്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ബ്ലർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ബ്ലാക്കിൽ കിടക്കുന്നത് ബ്ലർ ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം. അപ്പോൾ നമ്മൾ മാത്രം കാണും. നമ്മുടെ ബാക്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ബ്ലറായി പോകും. ഇപ്പോൾ എൻ്റെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി പ്ലെയിൻ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലർ മനസ്സിലാവുന്നറിയില്ല. ഓക്കെ, സൈഡിൽ എന്തോ കിടപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ ബ്ലറായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ബ്ലർ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലർ ചെയ്യാനായിട്ട് ഈ കിടക്കുന്ന ഓപ്ഷനെ യൂസ് ചെയ്യാൻ പറ്റും. ബ്ലർ എന്നുള്ളത് 2 എണ്ണമാണ് ബ്ലർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 എണ്ണം കിടക്കുന്നത്. ദെൻ തൊട്ടിപ്പുറം കിടക്കുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ഞാൻ ചുമ്മാ എല്ലാം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ലൈബ്രറി കൊള്ളാം. ഇതൊരു നല്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതും എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ബാക്ക്ഗ്രൗണ്ട് മാറുന്നതിൽ വലിയൊരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് മാറുന്നത്. നോക്കിക്കോ. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ബാക്ക്ഗ്രൗണ്ടുകൾ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുപുറത്ത് വലത് സൈഡിലായിട്ട് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ താഴത്തെ സ്റ്റൈൽസും ബാക്ക്ഗ്രൗണ്ട്സും മാറ്റണമെന്നില്ല. വെറുതെ മുകളിലത്തെ ആ സെലക്ഷൻസിനെ സ്വൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മാറി വന്നോളും. അപ്പോൾ ഈ സ്റ്റൈൽസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുകയും നമ്മുടെ ടോട്ടൽ കളർ ടോണൊക്കെ മാറ്റാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ആണ് നമ്മളുടെ സ്റ്റൈൽസ് സെഷനിൽ വരുന്നത്. ഇതെല്ലാം മുകളിൽ ഒരുമിച്ചാണ് കിടക്കുന്നത്. അത് വേറെ വേറെ സെഷനായിട്ട് മുകളിൽ കൊടുത്തിട്ടില്ല. താഴെ മാത്രമേ സെഷൻ തിരിച്ചിട്ടുള്ളൂ. ഇനി ഇതിനകത്തുള്ള അടുത്ത ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണി ആയിട്ടുള്ള കാര്യം. അത് എന്താണെന്ന് നോക്കാം.
ഇത് വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ നമുക്ക് കണ്ടുപരിചയമുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണിത്. ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നതിൽ ഇങ്ങനത്തെ കുറേ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായി മാറും. ഇതൊക്കെയാണ് ഓപ്ഷൻസ്, ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ഏതെല്ലാം രീതിയിലാണോ. അതിനുശേഷം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ടൊന്ന് അറിയിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. വീഡിയോകളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.